ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചു 5600 കോടി രൂപ. കേട്ട് ഞാൻ മടുത്തു. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏകോപനത്തിലും മുന്നിൽ നിന്നു ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരി. അദ്ദേഹം വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രി തന്നെ എത്രയോ തവണ മുഖ്യമന്ത്രിയെ ഇതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസറാണല്ലോ കേരളത്തിന്റെ തലവൻ. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തെ കണ്ടുപഠിക്കണമെന്ന് അദ്ദേഹം എത്രയോ തവണ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉദ്ഘാടന പരിപാടിയിൽ ഇത്തരം നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അതിനെതിരെ വ്യക്തി അധിക്ഷേപം ഉൾപ്പെടെ നടത്തുന്ന ഒരു രീതിയാണ് പിന്തുടർന്നത്. NH66 പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിലെ LDF സർക്കാർ വഹിച്ച പങ്കെന്ത് എന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നതാണ്. ഇത് കേരളത്തെ അപമാനിക്കലാണ്. ജനാധിപത്യപരമായി കേരളം തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പിലെ വ്യക്തിയെ അർഹതപ്പെട്ട ഒരു പരിപാടിക്ക് മാറ്റി നിർത്തുക, ഇതിൽ എന്ത് ന്യായമാണുള്ളത്? അത് സ്വാഭാവികമായും ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമാണ്. ഈ 5 വർഷത്തിനിടയിൽ വിമർശനങ്ങളിലേറ്റ പലരും ഉണ്ടായേക്കാം. പക്ഷേ വ്യക്തി അധിക്ഷേപം നടത്തി, വ്യക്തിഹത്യ നടത്തി ഒരു മനുഷ്യൻ്റെ ചരിത്രത്തെ ആകെ തമസ്കരിക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ച് പോകുന്നതിന്റെ അക്രമങ്ങൾ നേരിട്ടത് ഞാൻ തന്നെയാണ്. അത്രയ്ക്കൊന്നുമില്ല, നീ ചുമ്മാ ഓവറാക്കിയതാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയും. ഇവിടെ വ്യക്തി അധിക്ഷേപവും വ്യക്തിഹത്യയും അത് ഏത് നിലവാരത്തിലുള്ളതാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിലേക്ക് കൂടുതൽ മറുപടി പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേരളത്തെ അപമാനിക്കുന്ന ഒരു നിലപാടാണ്. കേരളത്തെ അപമാനിക്കുന്ന ഇത്തരം നിലപാട് സ്വീകരിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം അജണ്ടയെ വഴിമാറ്റാൻ വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതി അത് ജനങ്ങൾ തിരിച്ചറിയും. മുഹമ്മദ് റിയാസിനെ ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്തത് കേരളത്തോട് ചെയ്തിട്ടുള്ള ഒരു അപമാനമാണ്, കേരളത്തെ അപമാനിച്ചതിന് തുല്യമാണ്. ആ യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള അവകാശം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അധികാരമായിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് മാത്രം മുഹമ്മദ് റിയാസ് മലപ്പുറം ജില്ലയിലെ കൂരിയാട് ദേശീയപാത തകർന്ന വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞൊരു ഭാഗം മാത്രം ഞാൻ കേട്ടില്ല. ഇന്ത്യക്കാണ് ഇതിന്റെ പരിപൂർണമായ നിർമ്മാണത്തിന്റെ ചുമതല ഉത്തരവാദിത്വം. അതിൽ മറ്റൊരു കക്ഷിക്ക് റോളില്ല. അദ്ദേഹം പറയുന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് നാഷണൽ ഹൈവേ നിർമ്മാണത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം. വേറൊരു പാർട്ടിക്കും അതിൽ സ്റ്റേക്ക് ഇല്ല, വേറൊരാൾക്കും ഒരു റോളില്ല. ഉറക്കം വരുന്നു. ഒരു സ്ഥലത്ത് ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ ഞങ്ങൾക്കതുമായി യാതൊരു പങ്കുമില്ല, അത് കേന്ദ്രത്തിന്റെ മാത്രം പദ്ധതിയാണെന്ന് പറയുകയും എന്നാൽ അതിന്റെ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് അതിൽ പങ്കെടുക്കേണ്ട തന്റെ അധികാരമാണെന്ന് പറയുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ദേശീയപാതയുടെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു വീണപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2025 മെയ് 22 പറഞ്ഞതെന്ന് കേൾക്കാം. നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് എന്തോ LDFന്റെ പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. അപ്പൊ കേന്ദ്രത്തിന് വേണ്ടപ്പെട്ട ആളുകളെ അവരുടെ റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവർ പങ്കെടുപ്പിച്ചു. അതിൽ നമ്മൾ പരിഭവം പറയേണ്ട കാര്യമുണ്ടോ? ഇടിഞ്ഞു വീണപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണിത്. ഇന്ന് പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞുകൂടി കേൾക്കാം. ഇവൻ എന്നെ കൊണ്ട് പോകുമെന്ന് തോന്നുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം മുതൽ അവസാനം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെട്ടു, പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടു, എല്ലാ വകുപ്പുകളും ഇടപെട്ടു. ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരി തന്നെ എത്രയോ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചു. അതിന്റെ ലിസ്റ്റ് വന്നപ്പോ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണ്. അല്ല, ഈ വെട്ടി മുന്നോട്ട് വന്നവരുടെ കാര്യം പറയുമ്പം ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ നിവർത്തിയില്ല. സീനിയർ ആയിട്ടുള്ള എത്രയോ നേതാക്കന്മാരെ വെട്ടിയാണ് ഈ മന്ത്രിസ്ഥാനം കയ്യിലെടുത്തത്. ഇക്കയ്ക്ക് ഇതിനകത്തുള്ള റോൾ എന്താ? ഒരു 10-25,000 ഫ്ലെക്സ് അടിച്ച ഒരു വേദന അല്ലേ?
ചിലപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിലും വിളിച്ചേക്കുമെന്ന് കരുതി അഡ്വാൻസ് ആയിട്ടൊക്കെ ഫ്ലെക്സും റീൽസും ഒക്കെ റെഡിയാക്കിയിരുന്നിരിക്കണം. എന്നിട്ട് വിളിക്കാത്തതിലുള്ള വേദനയാണ് ഇക്ക പറയുന്നത്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തെ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് വല്ല റോളും ഉണ്ടായിരുന്നോ? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ അവിടെ കപ്പലെടുത്തതിൽ ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ? ഉമ്മൻചാണ്ടി എന്നൊരു പേര് അവിടെ പ്രസംഗിച്ച് ഏതെങ്കിലും ബിരുദനൊന്ന് ഉപയോഗിച്ചായിരുന്നോ? അപ്പൊ അതൊന്നും നീതികേടല്ല, അതൊന്നും പ്രശ്നമല്ല, അതൊന്നും ചിന്തിക്കേണ്ട വിഷയമല്ല. ഇത് ചിന്തിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഹൈവേക്ക് സംഭവിച്ചാൽ ഉടനെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടിട്ട് ഓടുന്ന ആളെ 7 അയലത്ത് അവരെ അടുപ്പിക്കാതിരുന്നത് വലിയ പ്രശ്നമായിപ്പോയി. കേരളത്തിന്റെ അവകാശമാണ് ഇത്തരം ഉദ്ഘാടന പരിപാടിയിൽ ബന്ധപ്പെട്ടവർ പങ്കെടുക്കുക. എല്ലാ 2 ആഴ്ചയിൽ റിവ്യൂ എടുത്തുന്നു, ഇടപെടുന്നു. എവിടെയാണോ എന്താണോ പ്രശ്നം, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കും. അതിന് എത്രയോ തവണ അഭിനന്ദിച്ചു. എന്നാൽ ഇപ്പോ അതിന്റെ ലിസ്റ്റ് വന്നപ്പോ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇന്ന് കരയണമായിരുന്നോ? ഒരു മുറി അടച്ചിട്ടിരുന്ന് കരഞ്ഞാ പോരെ? അദ്ദേഹം പറഞ്ഞു എന്താ, ആ മുതൽ ക്ഷ വരെ നിർവഹിക്കുന്നത് ദേശീയപാത വികസന അതോറിറ്റിയാണ്. അതിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും പൊതുമരാമത്ത് വകുപ്പിനോ സർക്കാരിനോ ഇല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ പൊതുമരാമത്ത് വകുപ്പിന് ഒരു പങ്കാളിത്തവും ഇല്ല എങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രതിനിധി എവിടെ ഉണ്ടായിരിക്കണം എന്ന് പിന്നീട് ശഠിക്കുന്നത് എന്തിനാണ്? അപ്പൊ ഞാൻ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കണമെങ്കിൽ അത് PMOയുടെ തീരുമാനമാണ്. അത് ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വേണമെങ്കിൽ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ രാഷ്ട്രീയമായിട്ട് അതിനെ എതിർക്കാം. അതായത് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ, അദ്ദേഹം മറ്റ് ചുമതലകളൊന്നും നിലവിൽ വഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ ഇത്തരം പരിപാടികൾ ചെയ്യാതിരിക്കണം. ഈ ചിത്രം കണ്ടില്ലേ? ഇത് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പ്രോജക്റ്റാണ്. ശ്രീ മുഹമ്മദ് റിയാസിന്റെ വകുപ്പാണ്. അവിടെ ആരെയൊക്കെ കാണാം? ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയുണ്ട്, ശ്രീ മുഹമ്മദ് റിയാസ് ഉണ്ട്, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ പേര് KK രാഗേഷ് എന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പ് നടത്തുന്ന പരിപാടിയിൽ KK രാഗേഷ് ആരാണ്? KK രാഗേഷ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയോ മറ്റോ ആണ്. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പദവി ആ സമയത്തുണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ആ ചടങ്ങിൽ വന്നിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ പറയണം ഞങ്ങൾ അങ്ങനെ വിളിക്കാറില്ല എന്ന്. വേറൊന്ന് നോക്കൂ. ഇത് സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ ഒരു ചടങ്ങാണ്. ആ പരിപാടിയിൽ ആദരിക്കാനായിട്ട് നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതിന്റെ ബാക്കിൽ മോഹൻലാലിന്റെ ഒരു ചിത്രമുണ്ട്. അതിന്റെ നേരെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ പേര് ശ്രീ MV ഗോവിന്ദൻ എന്നാണ്. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. ശ്രീ MV ഗോവിന്ദൻ എന്തിന്റെ പേരിലാണ്? തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു MLA ആയതിന്റെ പേരിലാണോ പ്രോട്ടോകോൾ വന്നിരിക്കുന്നത്? അതോ ശ്രീ MV ഗോവിന്ദനെ അവിടെ വിളിച്ചിരിക്കുന്ന സമയത്ത് മറ്റു പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ എല്ലാം വിളിച്ചത് കൊണ്ടാണോ? ഒന്നുമല്ല. സർക്കാരിന്റെ പരിപാടിയാണ്. മലയാളം വാനോളം ലാൽസലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് വേറെ ഒന്ന് നോക്കിക്കോളൂ. ഇത് തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനമാണ്. ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെ എല്ലാം നമുക്കറിയാം. മുഖ്യമന്ത്രിയുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, സ്ഥല MLA ഉണ്ട്, MP ഉണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളില്ല. അതിൽ ശ്രീ G സുധാകരൻ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇത് വരുന്ന സമയത്ത് ശ്രീ G സുധാകരൻ ആരാ? മറുപടി പറയണം. ശ്രീ G സുധാകരൻ എന്നൊരു ഒരു MLA അല്ല. ശ്രീ G സുധാകരൻ പാർട്ടിയുടെ ആൾ മാത്രം, അതും പാർട്ടിയുടെ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. നമുക്ക് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ മുൻ മന്ത്രി അല്ലെങ്കിൽ മുൻ MLA എന്നൊക്കെ പറയാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 18 വർഷം രാജ്യസഭ MP ആയിരുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെയും പറയാം. കാരണം എന്താണെന്നറിയോ? ശ്രീ KK രാഗേഷിനെതിരെ ഈ ആരോപണം ഉണ്ടായപ്പോൾ രാഗേഷ് സ്വയം ഡിഫെൻഡ് ചെയ്യുന്നതിന് പറഞ്ഞത് ഞാൻ കണ്ണൂരിൽ നിന്നുള്ള ഒരു MP ആയിരുന്നു എന്നാണ്. അദ്ദേഹം എന്ത് MP യാ? രാജ്യസഭ MP യാ. കണ്ണൂരിൽ നിന്ന് രാജ്യസഭ MP ഉണ്ടോ? കണ്ണൂരിൽ നിന്ന് നമുക്ക് രാജ്യസഭ MP ഉണ്ടോ? ഇല്ലല്ലോ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അപ്പൊ പിന്നെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പാർട്ടിയുടെ ഒരു പരിപാടിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി, സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാം തകർന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, കുറ്റം പറയുന്ന ആൾക്കാർക്ക് കുറ്റമാണ് എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നതും MV ഗോവിന്ദൻ ഇരിക്കുന്നതും KK രാഗേഷ് ഇരിക്കുന്നതും G സുധാകരൻ ഇരിക്കുന്നതും ഒരേപോലെ തെറ്റാണ്. ഈ 3 സംഭവത്തിനെ ന്യായീകരിക്കുന്ന, കമന്ന് കടന്ന് ന്യായീകരിക്കുന്ന ആൾക്കാർ രാജീവ് ചന്ദ്രശേഖരനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നതെന്തിന്, സിംഗിൾ ഔട്ട് ചെയ്യുന്നതെന്തിന്? അത് എന്ത് തരത്തിലുള്ള ന്യായമാണ്? ഇനി ആരുടെയെങ്കിലും പേരോ ആരുടെയെങ്കിലും പങ്കാളിത്തമോ ആണ് അവിടെ കാര്യമെങ്കിൽ, കൊച്ചി മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു, കണ്ണൂർ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായി. ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന സമയത്ത്, ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനങ്ങൾ നടത്തിയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നോ? അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ 24 മണിക്കൂർ മുമ്പ് അല്ലാതെ നേരത്തെ അഡ്വാൻസ് നോട്ടീസ് കൊടുത്തിട്ട് പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് ആരെങ്കിലും ക്ഷണിച്ചോ?
ഏതെങ്കിലും സർക്കാരിൽ നിന്ന് ആരെങ്കിലും ക്ഷണിച്ചോ? ഇല്ല. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, 2011 മുതൽ 16 വരെയുള്ള കാലത്ത് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തത്, ആ പദ്ധതിയിലേക്ക് ഇവിടത്തേക്ക് ഇനീഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിന്റെ ആരാണ് ഇവിടെ സഹകരിപ്പിക്കേണ്ടത്, ഇതെല്ലാം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയല്ലേ. എന്നിട്ടോ അത് ഉദ്ഘാടനം പിന്നീട് നടത്തുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ പേരൊന്ന് പറയാമായിരുന്നല്ലോ, ശ്രീ പിണറായി വിജയൻ. അത്ര വലിയ മറവിയൊന്നും അദ്ദേഹത്തിനില്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തേ? ആ പോലും പറഞ്ഞില്ല. മുഹമ്മദ് റിയാസിനെ ആ ചടങ്ങിലേക്ക് വിളിക്കാത്തതിന് പിന്നിൽ ഒരു PR അജണ്ടയുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയാണോ മുഹമ്മദ് റിയാസ് ആ ലിസ്റ്റിലില്ല, ഇൻവൈറ്റഡ് ഗസ്റ്റിന്റെ ലിസ്റ്റിലില്ല എന്നത് CPM നേതൃത്വം അറിയുന്നതെന്ന് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി കേരളത്തില് ഒരു പെട്ടെന്ന് 1-2 ദിവസം കൊണ്ടൊന്നും സംഘടിപ്പിക്കുന്നതല്ലോ. അത് ശരിയാണല്ലോ. കേരളത്തിലെ ന്യൂനപക്ഷം ഇപ്പോൾ CPM-നെതിരായിട്ട് നിലകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത, അല്ലെങ്കിൽ നിലകൊള്ളുന്ന വസ്തുത, ഇപ്പൊ അവരുടെ മുമ്പിൽ ഞങ്ങൾ BJPക്ക് എതിരാണെന്നുള്ളത് തെളിയിക്കണം. അയാൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലേ, നമുക്ക് അങ്ങനെ ഭാവിക്കണം. ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ന്യൂനപക്ഷത്തെ കബളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചന. അത്തരത്തിലുള്ള ആലോചനകളിൽ നിന്നാണ് ഇന്ന് ഈ ബഹിഷ്കരണം. ഇത് മുഴുവൻ ആലോചിച്ചുറപ്പിച്ച ഒരു സ്ക്രിപ്റ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാമായിരുന്നു. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് പെട്ടെന്ന് ഇന്ന് രാവിലെ റിയാസിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയും ഗൗരവമായി കണ്ടതല്ലേ. രാവിലത്തെ ഏഷ്യാനെറ്റിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ കണ്ടതാ. പെട്ടെന്ന് തീരുമാനം മാറുകയാണ്. ഒരു സമാന്തര ഉദ്ഘാടനം അല്ലെങ്കിൽ ബഹിഷ്കരണം. എന്നെ സംശയിക്കരുത്. സുരേഷ് ഗോപിയുടെ കുട്ടിയുടെ വിവാഹത്തിന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി വന്നപ്പോൾ പോലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചെന്ന പിണറായി വിജയനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ആ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധമെന്താ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ന്യൂനപക്ഷ സമുദായം ഈ പാർട്ടിയോടും മുന്നണിയോടും എടുക്കുന്ന നിലപാട് അവർക്ക് നന്നായിട്ട് മനസ്സിലായിരിക്കുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ നിന്ന് അത് മനസ്സിലായിരിക്കുന്നു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അതിലൊരു അകൽച്ച ഭാവിക്കണം. ഞങ്ങൾ BJPയുമായി സഹകരിച്ചല്ല നിൽക്കുന്നത്, ഞങ്ങൾക്കിടയിൽ പാലങ്ങളൊന്നുമില്ല. അത്തരത്തിലുള്ളൊരു ചിന്ത വളർത്തി സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായ ഒരു നാടകമായിരുന്നു ഈ അദ്ദേഹത്തിന്റെ ബഹിഷ്കരണം. അല്ല, അദ്ദേഹം ബഹിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ ഫംഗ്ഷന് എന്തെങ്കിലും കുഴപ്പം പറ്റുന്നില്ല. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. തെരഞ്ഞെടുപ്പ് തൊട്ട് നമ്മുടെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ആ കാർഡ് ഇറക്കി കളിക്കാനുള്ള CPM-ന്റെ തന്ത്രമാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പിണറായി വിജയന്റെ തന്ത്രമാണ് നമ്മൾ ഇന്ന് കണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്താ ആ പ്രതീക്ഷയും? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.